ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് മാർച്ച് 27 വ്യാഴം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പം ഇന്ന് നിഫ്റ്റിയുടെ, ബാങ്ക് നിഫ്റ്റിയുടെ, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി എന്നിവയുടെ എല്ലാം മന്ത്ലി എക്സ്പയറി ആയിരുന്നു മാർച്ചിലെ. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതിനു മുന്നേ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിൽ ചെറിയ SL ഇട്ടുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ബൈങ്, ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ബൈങ് സ്ട്രാറ്റജിയെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഓപ്പണിംഗിൽ എങ്ങനെ എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ റൂൾസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നിപ്പം ആ ഒരു സ്ട്രാറ്റജിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പണിംഗിൽ എങ്ങനെ എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് മാർക്കറ്റ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മാർക്കറ്റ്, അതായത് ബുധനാഴ്ച ദിവസം മാർക്കറ്റ് ഒരു ട്രെൻഡിങ് ഡൗൺഫോൾ ആയിരുന്നു. മാർക്കറ്റ് ഏകദേശം ഇന്നലത്തെ ലോയ്ക്ക് അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം ഇന്ന് മാർക്കറ്റിലെ മിക്ക ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തെ ആ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും മാർക്കറ്റിൽ ഒത്തിരി പേര് പ്രത്യേകിച്ച് മാർക്കറ്റ് ഓപ്പണിംഗിൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ, അതായത് മാർച്ച് 24 മൺഡേയില് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ബൈ നടന്ന ലെവലിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം ഇന്നലെ ഇവിടെ സെല്ലിങ്, അതായത് ഇന്നലെ കോള് റൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് കണ്ടുകൊണ്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് മറ്റേ പുട്ട് ബൈ ചെയ്ത ആൾക്കാരെയും എല്ലാവരെയും ട്രാപ്പിലാക്കിക്കൊണ്ട് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റിൽ ഫോം ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ഒന്നെങ്കിൽ നമ്മുടെ ടൈം ഫ്രെയിം നമ്മൾ നോക്കേണ്ടത് ഒന്നെങ്കിൽ 1 മിനിറ്റിലായിരിക്കണം, അല്ലെങ്കിൽ 5 മിനിറ്റിൽ. ഈ 1 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ നമുക്ക് ഒരു ഓപ്പൺ ഇൻസൈഡ് ബാർ കിട്ടണം. അപ്പം നമ്മൾ 5 മിനിറ്റിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇൻസൈഡ് ബാർ ഫോം ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ 1 മിനിറ്റിലെ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മളിപ്പോൾ ഇന്ന് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ചാർട്ടിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ ഒരു ഇൻസൈഡ് ബാർ, അതായത് നല്ലൊരു അടിപൊളി ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പം ഇത് നമുക്കൊരു കോൾ ഓപ്ഷനാണ് നമ്മൾക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സപ്പോർട്ടിലാണ്, സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് എപ്പോഴും സ്ട്രോങ് സപ്പോർട്ടിൽ നമുക്ക് മാർക്കറ്റ് ആ ഒരു ഓപ്പൺ ഇൻസൈഡ് ബാർ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഒരു കോൾ സൈഡിലോട്ടായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. അപ്പം നമ്മൾ മാർക്കറ്റ് ഇതുപോലെ നമ്മൾ ഒരു സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൾ സൈഡിലായിരിക്കണം. ഇൻ കേസ് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മുടെ പൊസിഷൻസ് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് മാറും. അപ്പൊ നമ്മൾ മാർക്കറ്റ് ഓപ്പണിംഗിലാണ് എൻട്രി എടുക്കേണ്ടത്, ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് ഓപ്പണിംഗിൽ നമുക്ക് 1 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ നമ്മൾ ഒരു ഇൻസൈഡ് ബാർ ആണോ ഓപ്പണിംഗിൽ ഫോം ചെയ്യുന്നത് നമ്മൾ നോക്കുക. സപ്പോർട്ടിലാണെങ്കിൽ നമ്മൾ കോൾ സൈഡിലോട്ട് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് ഓപ്പണിംഗ് നമുക്കൊരു സപ്പോർട്ടിൽ കിട്ടി, അതായത് പ്രീവിയസ് ഡേ ലോയിൽ ഒരു സ്ട്രോങ് റിജക്ഷൻ വന്നു, അതായത് അവിടെ നിന്ന് ഒരു സെല്ലിംഗ് അല്ല വന്നിരിക്കുന്നത്, അതിന് പകരം ഒരു നല്ലൊരു ബൈങ് വന്നിട്ട് ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്തു. അപ്പം 1 മിനിറ്റ് കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ ക്യാൻഡില്, മൂന്നാമത്തെ ക്യാൻഡിലും ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിലിനകത്ത് തന്നെ ഫോം ചെയ്തു. അതിനുശേഷം മുകളിലോട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പം നമുക്കൊരു ഇൻസൈഡ് ബാർ കിട്ടി, മുകളിൽ ഒരു സപ്പോർട്ടിൽ ഫോം ചെയ്തു, രണ്ടാമത്തെ കാര്യം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം എന്താ സംഭവിച്ചത്, ഓപ്പണിംഗ് 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, നമ്മൾ റീടെസ്റ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സ്പോട്ട് ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റീടെസ്റ്റ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ 23, അപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 23,466. അപ്പം നമ്മൾ 23,500 എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഓട്ടിയമായിട്ടുള്ള ആ ഒരു സമയത്ത് ഓപ്പണിംഗിൽ സ്ലൈറ്റ്ലി ഓട്ടിയമായിട്ടുള്ള സ്ട്രൈക്ക്, അത് ഞാൻ അതിനൊരു ചാർട്ട് കാണിക്കാം. അപ്പം ഇത് നമ്മൾ 1 മിനിറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. 23,500 സിയുടെ 1 മിനിറ്റ് ചാർട്ടാണ്, അതായത് ഇന്ന് എക്സ്പയർ ചെയ്യുന്ന 23,500 സിയുടെ ചാർട്ടാണത്. ഇവിടെ 1 മിനിറ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഓപ്പണിംഗിൽ ഒരു ഇൻസൈഡ് ബാർ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തു.
അപ്പം നമുക്ക് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതായത് ഓപ്പണിങ്ങിൽ ഒരു സപ്പോർട്ടിൽ, അതായത് പ്രീവിയസ് ഡേ ലോയിലും അല്ലെങ്കിൽ തൊട്ട് ദിവസം തിങ്കളാഴ്ച ദിവസം സ്ട്രോങ് ബൈങ് നടന്ന ഒരു ലെവലിൽ രണ്ട് സപ്പോർട്ട് ഉണ്ട്. അതായത് ഒന്ന് പി ഡി എല്ലിന് സപ്പോർട്ട് ഉണ്ട്, പിന്നെ നമുക്ക് തിങ്കളാഴ്ച ദിവസം സ്ട്രോങ് ബൈങ് നടന്ന ലെവലിൽ ഒരു സപ്പോർട്ട് ലെവൽ. അപ്പം അവിടെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഈ ലെവല്. അപ്പം നമുക്ക് അന്നേരം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്തു, അപ്സൈഡിലേക്ക് അതിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു. നമ്മൾ റീടെസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ റീടെസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പ്രീമിയം ചാർട്ടിൽ അല്ലെങ്കിൽ സ്പോട്ട് ചാർട്ടിൽ കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിവിടെ സ്പോട്ട് ചാർട്ട് നോക്കുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ റീടെസ്റ്റ് ലെവൽ വരേണ്ടത്. പക്ഷെ നമ്മൾ സ്പോട്ട് ചാർട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ പ്രീമിയം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് പ്രീമിയം ചാർട്ടിൽ ഇന്നിപ്പം നമുക്കറിയാം ഇന്ന് മന്ത്ലി എക്സ്പയറി ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് പ്രീമിയം ഒരു ഇപ്പൊ സ്പോട്ട് ചാർട്ടിൽ ഒരു സ്ലൈറ്റ് ഫോൾ വന്നാൽ പോലും പ്രീമിയത്തിനകത്തൊരു ഡിപ്പ് വരും. പക്ഷെ നമ്മളിപ്പോ ഇവിടെ സ്പോട്ട് ചാർട്ട് പ്രീമിയം ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ. അതിനുശേഷം പ്രീമിയം ചാർട്ടിൽ 9:38-40 സമയമായപ്പോഴത്തേനും നമുക്ക് പ്രീമിയം ചാർട്ടിൽ നമുക്ക് റീടെസ്റ്റ് കിട്ടി. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയും ഒരു ബാർകോഡ് ടൈപ്പ് ക്യാൻഡലുകൾ, അതായത് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുവാണ്. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് നമ്മൾ മാർക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതായത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഫസ്റ്റ് റീടെസ്റ്റ് ചെയ്തായിരുന്നു, നമുക്കിത് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി. വീണ്ടും മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുന്നു. അതായത് പ്രീമിയം ചാർട്ടിലാണ് നമ്മൾ ഈ പറഞ്ഞത്, പ്രീമിയത്തിന്റെ പ്രൈസ് താഴോട്ട് വരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേനും നമുക്ക് റീടെസ്റ്റ് കിട്ടി. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു റെഡ് ക്യാൻഡിൽ കൃത്യം ഈ ഹൈഡ് അവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇത് ക്ലോസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു റെഡ് ക്യാൻഡിൽ സപ്പോസ് ഇവിടെ ഈ ഒരു ഹൈയുടെ അവിടെ നിൽക്കാതെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ എൻട്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്യാൻഡലുകൾ വീണ്ടും മുകളിൽ ഫോം ചെയ്ത് ഇതിന് മുകളിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു കോൾ സൈഡിലോട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ വൺസ് നമുക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ഇവിടെ കിട്ടി, അടുത്തത് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, വീണ്ടും ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നു. അപ്പൊ നമുക്ക് ആലോചിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ SL ഒരു ചെറിയ SL വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഇവിടെ നമുക്കറിയാം ഇതൊരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഇൻസൈഡ് ബാറിന് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു, ഇത് റീടെസ്റ്റ് ലെവലാണ് നമുക്കറിയാം. അപ്പം ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, അതായത് ഒന്നെങ്കിൽ എൻട്രി എടുക്കുക, ഒന്നെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക. അപ്പം നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് ലോസ്, അതായത് മാക്സിമം ഒരു 5 പോയിന്റ് പ്രീമിയത്തിൽ നമ്മൾ SL ഇട്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുത്താൽ പോലും നമുക്ക് ഇവിടെ ഏകദേശം 70 രൂപയ്ക്ക് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. അപ്പം 70 രൂപയ്ക്ക് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം 5 പോയിന്റ്. അപ്പം നമുക്ക് എത്ര രൂപയ്ക്ക് കവർ ചെയ്യായിരുന്നു, അതായത് ഈ ഒരു സെല്ലിംഗ് നടന്ന ലെവൽ വീണ്ടും എത്തിയപ്പോഴത്തേനും നമുക്ക് മാർക്കറ്റ് അതായത് 110 രൂപ. അപ്പം 70 നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ 110 എന്ന് പറയുമ്പോഴത്തേനും 40 പോയിന്റ്. അപ്പം 5 എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ 5 രൂപയായിരുന്നു നമ്മുടെ SL എങ്കിൽ 40 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും പ്രീമിയത്തിൽ 1:8, അതായത് 1:8 എന്നുള്ള ഒരു റിസ്ക് റിവാർഡ്, അതായത് 1:8